ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വരുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജും ആയി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസിനേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ, റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. അപ്പോൾ റീഡിങ് നടക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഫീലിങ്സ് എന്താണ്, നിങ്ങളെ ശരിക്കും അവർക്ക് മിസ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, 2 കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലൂടെ പോകുന്ന ആ ഒരു ഫീലിങ്സ് എന്താണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ പോകുന്ന വികാര വിചാരങ്ങളൊക്കെ എന്താണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ. യെസ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ക്യൂൻ ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രകാരം ഈ ഒരു സ്പ്രെഡ് അനുസരിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ എന്തൊക്കെയോ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നല്ല രീതിയിൽ ഉള്ളതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ക്ലാരിറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടാകാം. ചിലപ്പോൾ നേരെ തിരിച്ചു, അതായത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നറിയാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുമുണ്ടാകാം. ചിലപ്പോൾ 2 പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ മറ്റെന്തെങ്കിലുമൊക്കെയോ സംസാരിക്കാൻ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ തീർത്തും ഓപ്പൺ അല്ല. എന്തൊക്കെയോ തകരാറുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മറ്റാളുകൾ ഉണ്ടാകാം. ഒരു പക്ഷെ അവരായിട്ട് എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേരുടെയും മനസ്സ് അസ്വസ്ഥമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ 2 പേരും പരസ്പരം വിട്ടുകൊടുക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നില്ല. കാരണം ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ പല സമയങ്ങളിലും ഒരാളൊന്ന് താഴ്ന്നു നിൽക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പോൾ എന്തിൻ്റെയൊക്കെയോ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിട്ടുകൊടുക്കാനുമായിട്ടുള്ള ഒരു മടിയുണ്ട്. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവാണ് നിങ്ങൾ തമ്മിൽ. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സ്നേഹമുണ്ടെങ്കിൽ പോലും 2 പേരും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് തയ്യാറല്ല. 2 പേർക്ക് ഞാൻ പറഞ്ഞ ഒരു ഭാഗം ജയിക്കണം എന്ന് വാശിയുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാകാം ഇതിന്റെ കാരണം. അത്തരത്തിൽ നല്ലൊരു കോണ്ടാക്റ്റിലുള്ള ഒരു എനർജി അല്ല നമുക്കിവിടെ കാണുന്നത്. 2 പേർക്കും 2 പേരും 2 ഇടത്ത് തന്നെയാണ്. ആ ഒരു സെപ്പറേഷൻ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് തയ്യാറായി മുന്നോട്ട് വരാനായിട്ട് 2 കൂട്ടരും തയ്യാറാവുന്നില്ല. ഒരു പക്ഷേ ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒരു എനർജി തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ വളരെ ഡീപ്പായിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള ഒരു സ്ഥാനം, ഇതെല്ലാം തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു
റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരുപാട് മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളുടെ മുഴുവൻ സമയവും മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇവര് ബിസി ആണെന്നൊക്കെ ആയിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബിസിയാ, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരിക്കും നിങ്ങളിത്, അതായത് ജസ്റ്റ് അവോയ്ഡ് ചെയ്യുന്ന പോലെ ഒരു രീതിയിലായിരിക്കാം ഇവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളെ ഒഴിവാക്കുന്ന രീതിയിൽ ആയിരിക്കാം ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഈഗോ ഹർട്ട് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ പിന്നെ ഇവർ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് ഇവർ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളും കുറച്ച് അങ്ങനെ ബലമൊക്കെ പിടിച്ചിരിക്കുന്നത് പോലെ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ആക്ട് ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഈഗോ ഉള്ള വ്യക്തികൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുപാട് ഒത്തുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഈഗോ അതിനെ സമ്മതിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ കറന്റ്ലി ഈ ഒരു പേഴ്സന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഇവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട്. ഭയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ഒരു ഫിയർ ഉണ്ട് എന്നതാണ്. അതിന് പല റീസൺസ് ഉണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്ന സമയത്ത് അവർ നിങ്ങളെ ഓടിച്ചു വിട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വലിയ ഷോ ഒക്കെ കാണിച്ചിട്ടുണ്ടാകാം. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇനി ഞാനില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് നിങ്ങളും പോന്നിട്ടുണ്ടാകാം. അപ്പൊ ഇതൊക്കെ ആകാം നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ പേഴ്സണെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. അവരെ നിങ്ങൾ പിന്നോട്ട് ഇങ്ങനെ വലിക്കുന്നു, നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അപ്പൊ അവരെ പിന്നോട്ട് വലിക്കുന്ന സിറ്റുവേഷൻസ് എന്തോ ഒന്ന് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അതെന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം പരസ്പരം പങ്കുവെക്കാൻ പറ്റാത്തത് കൊണ്ട് രണ്ടുപേരും ഒന്ന് ടെൻഷനിലാണ് എന്ന് കാണുന്നു, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയിലോ അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തിയിലോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയിലായിരുന്നാലും ഒരു തരം ഡിസ്കംഫോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഒരു സെയിം അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും. അതായത് ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥ. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. കാരണം പരസ്പരം നല്ല സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഏത് ഏജിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും, കുറച്ചൊരു പ്രായവും പക്വതയും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഒരു ടീനേജേഴ്സിൽ ഉള്ള ആളുകളെ പോലെ ആകാറുണ്ടാകാം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം ഒരു പ്രീഷ്യസ് ആയിട്ട് നിങ്ങൾ കാണുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്രഷ്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് എപ്പോഴും കാണണമെന്ന് തോന്നുക ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ഒരു മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ തിരഞ്ഞെടുത്ത ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് നിങ്ങൾ. പക്ഷെ ഇപ്പോൾ അത് കൂടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ കാരണമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷന്റെ വക്കിലെത്തിയത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ, സന്തോഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട വ്യക്തികളാണ്. നിങ്ങൾ ഒന്നാകുമ്പോൾ എല്ലാം ഓക്കെ ആകും എന്നാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതിന് പകരമായിട്ട് എന്തൊക്കെ നേടിയാലും, അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നമുക്ക് ചാടി വന്ന് കിട്ടിയിട്ടുണ്ട്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് ഐ വിൽ കോൾ യു സൂൺ എന്ന് പറയുന്നൊരു മെസ്സേജാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കും, അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ കമ്മ്യൂണിക്കേഷന് കുറവുള്ളതൊക്കെ അവരിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു, നിങ്ങളെ കോൾ ചെയ്യും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ്. ഗീവ് മീ അനദർ ചാൻസ്. യെസ്, മറ്റൊരു ചാൻസ് കൂടി എനിക്ക് തന്നാലും എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുകയാണ്.
ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് earlier that this love is deep inside me. Yes, അവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല ഇത്രയും ആഴത്തിൽ ഈ ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം അവർ മുന്നേ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ ഒരു സമയത്ത് അവർ പറയുകയാണ്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. എൻ്റെ സ്നേഹം ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയുകയാണ്. അതുപോലെ തന്നെ ഐ നെവർ ലവ്ഡ് എനിവൺ ആസ് മച്ച് ആസ് ഐ ലവ് യു. യെസ്, ഞാൻ ഒരിക്കലും മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല. നിങ്ങളെ സ്നേഹിച്ചതുപോലെ, നിങ്ങളെ ഇഷ്ടപ്പെട്ടതുപോലെ മറ്റാരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് വ്യക്തി നിങ്ങളോട് പറയുകയാണ്. ഐ വിൽ കം ബാക്ക് ടു യു. യെസ്, വീണ്ടും ഈ പേഴ്സൺ പറയുകയാണ് ഞാൻ നിന്നിലേക്ക് വരികയാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, നമ്മൾ അതാണ് ഓൾറെഡി എത്രമാത്രം അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം അവർക്ക് മിസ് ചെയ്യുന്നു നിങ്ങളെ എന്നാണ് പറയുന്നത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. യെസ്, എന്നോട് ക്ഷമിക്കണം. ഈ ഒരു സമയത്ത് അവർ സോറി ചോദിക്കുകയാണ്, നിങ്ങളോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്ര മെസ്സേജ് ഈ ഓൾറെഡി എല്ലാ മെസ്സേജും നമ്മുടെ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള മെസ്സേജസ് ആണ് കൂടുതലും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. Is related to this reading. Okay, is related to this reading. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 days ആണ്. ഇതൊരു പോസിബിലിറ്റി ആണ്. 7 ഡേയ്സിനുള്ളിൽ എന്തോ ഒന്ന് നിങ്ങളെ വിളിക്കുക, കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണുകയോ ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. 1984 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്. യെസ്, വൈറ്റ് ബട്ടർഫ്ലൈസിനെയൊക്കെ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടാകാം. ജൂലൈ മന്ത് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ടുഡേ, യെസ്, ഇന്ന് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് വന്ന് കാണാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. യെസ്, വീണ്ടും നമുക്കൊരു ടുഡേ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ 48 hours വീണ്ടും ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗെയിമൊക്കെ കളിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഗെയിമിംഗ് ചാനലുകളൊക്കെ ഫോളോ ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 33 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ടോക്കറ്റീവ്, ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ളവരോ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. വയനാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വയനാട് ജില്ലയുമായി എന്തോ ബന്ധമുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. അതുപോലെ 1996 2 months വീണ്ടും ഒരു പോസിബിലിറ്റിയാണ്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇടുക്കി ജില്ലയുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തോ ബന്ധമുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 24 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1997 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 44 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടുമോറോ, യെസ്, വീണ്ടും ടുഡേ കിട്ടി, ഓൾറെഡി ടുമോറോ കിട്ടി. ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഐ വിൽ കം ബാക്ക് ടു നമുക്കിവിടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഐ വിൽ കോൾ യു എന്ന് പറയുന്നൊരു മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വന്ന് നേരിട്ട് കാണുകയോ ചെയ്യും. ഈ ഒരു പോസിബിലിറ്റീസിൽ ഏതിലെങ്കിലും നിങ്ങൾക്കത് നടക്കും എന്ന് വിചാരിക്കുന്നു. സോഷ്യൽ വർക്കർ, നിങ്ങളുടെ പേഴ്സൺ സോഷ്യൽ വർക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ പരമായ വർക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എബ്രോഡ്, നിങ്ങളുടെ പേഴ്സൺ എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. വിദേശത്തൊക്കെ ഉള്ളവർ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തു നിന്നായിരിക്കാം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങും ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.